ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ AKCAക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന സമ്മേളനത്തിൽ ആസ്ഥാന മന്ദിരത്തിന്റെ കല്ലിടൽ ചടങ്ങ് നടന്നു. AKCA സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആസ്ഥാന മന്ദിരം വാങ്ങി എന്ന് പറയുമ്പോൾ ഇതിന് തുടങ്ങാനുള്ള ഫണ്ടുകളുടെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞ മീറ്റിങ്ങിൽ ആദ്യമായി എഴുന്നേറ്റ് നിന്ന് ഞാൻ 1 ലക്ഷം രൂപ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മഹത്വം ആദ്യമായി അത് ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യം. പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് ബഹുമാനപ്പെട്ട അല്ലേട്ടൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു വന്നാൽ ഞാനും 1 ലക്ഷം രൂപ തരും. തിരുവനന്തപുരത്ത് നിന്ന് അശോക് ചേട്ടൻ പറയുന്നു എന്നാൽ ഞാനും 1 ലക്ഷം രൂപ തരും. എറണാകുളത്ത് നിന്ന് ആൻസൺ റസൂലിയോ പറയുന്നു ഞാനും 1 ലക്ഷം രൂപ തരും. ഇങ്ങനെ അനവധി പറയാം. മിക്കവരി സാറിൻ്റെ കാര്യമൊന്നും പറയേണ്ട, കാരണം സാർ ഒന്ന് തന്നാൽ പോരാ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. മുകളിലേക്കുള്ള തുകകൾ സാറിലേക്ക് വരാനുണ്ട്. തുടർന്ന് നടന്ന യോഗത്തിൽ AKCA രക്ഷാധികാരിയും ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഒരു മന്ദിരം എന്നല്ല AKCയുടെ പവനമാണ്, സ്നേഹമാണ്. കാരണം നമ്മുടെ കൂട്ടായ്മ, ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിന് ഒരു ഭവനമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണണം. ഇത് കണ്ട അവിടെ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് 70 പല മേഖലകളുണ്ട്. ഓരോ മേഖലകളും എറണാകുളത്ത് വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കാനും സമയത്തോടൊപ്പം തന്നെ അവരുടെ മീറ്റിംഗ് നടത്താനും അവർക്ക് ഇരിക്കാനും ഈ സ്ഥലം എപ്പോഴും വെളിച്ചവും ആൾ തിങ്ങിയ സ്ഥലമായിട്ട് മാറാൻ AKCക്ക് സാധിക്കും. അത് സംസ്ഥാന രക്ഷാധികാരി ബാദുഷ കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ടീമായി പ്രവർത്തിക്കാൻ എന്താണ് സംഘടനാ പ്രവർത്തനം, ഒരു സെക്രട്ടറിയുടെ റോൾ എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള റോബിൻ കെ പോളിന്റെ കേരള നേതൃത്വം നമ്മുടെ സംഘടനയെ കൂടുതൽ കരുത്താർജിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇനി വീണ്ടും നമ്മളിതാ ഒരു സമ്മേളനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിൽ നിന്ന് ഇനിയും പുതിയ ആളുകൾ ഉദയം ചെയ്യും. ആ നേതൃത്വം കൂടി ചേരുമ്പോൾ കൂടുതൽ കരുത്തോട് കൂടിയിട്ട് കേരളത്തിലെ അന്നം വിളമ്പുന്നവരുടെ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംസ്ഥാന രക്ഷാധികാരി ഏലിയാസ് സക്കറിയ, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സ്വാഗതം ആശംസിച്ചു. കാലമായി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, 2 സംസ്ഥാന സമ്മേളനങ്ങളിലായിട്ട് ഈ 14 ജില്ലകളിൽ നിന്നും സാധാരണക്കാരായ മെമ്പർമാർ മുതൽ ഇതിന്റെ നേതാക്കന്മാരെല്ലാം പരിശ്രമിച്ചതിന്റെ ഒരു ഫലമാണ് നമ്മൾ സ്ഥലം വാങ്ങിയതും അതിലൊരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കുവാനായിട്ട് ഉള്ള ശ്രമം നടത്തുവാൻ നമുക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധിച്ചത്. ജില്ലാ പ്രസിഡന്റുമാരായ VS മാത്യൂസ്, സാജു വർഗീസ്, വിജയൻ നടുമംഗലം, ആന്റണി MK, സജി ജേക്കബ്, ജിനു PV, ഷമീർ നൈസ്, ഇക്ബാൽ, കൃഷ്ണദാസ്, പ്രേംചന്ദ് വള്ളിൽ, ചന്ദ്രൻ, ജോയി P, രമേശൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. സംഘടനയുടെ സ്ഥാപകരായ ബാദുഷ കടലുണ്ടി, ഷാഹുൽ ഹമീദ്, K ബേബി, ജാഫർ സാദിഖ്, പ്രേംചന്ദ് വള്ളിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ കോട്ടയം ജില്ലയിലെ പാലാ മേഖലയിൽ വൈദ്യുതി താരിഫ് 7A നിന്ന് 4A ആയി കുറയ്ക്കാൻ സഹായിച്ച അസോസിയേഷൻ മെമ്പർ ശ്രീകുമാറിനെയും ആദരിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MJ താഹ കൃതജ്ഞത രേഖപ്പെടുത്തി. i4U ന്യൂസ്, ഏറ്റുമാനൂർ.